ഈ രാജ്യത്ത് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം ഏറ്റവും കറുത്ത ദിനങ്ങൾ ഇന്നും നമ്മൾ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ കാലത്താണ് എന്നതാണ്. നമുക്ക് ഭരണഘടന ഒരുപാട് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണകരമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ നമ്മുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ രാജ്യത്ത് ഭരണഘടനാ ഭേദഗതികൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ അസ്ത സൂചിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ അസ്തയോട് പറയാൻ എനിക്ക് ആഗ്രഹം, എല്ലാ മാധ്യമപ്രവർത്തകരോട് ഇവർ മുന്നോട്ട് വെക്കുന്ന കുഴികളിലോട്ട് നമ്മൾ പോയി വീഴുന്നതാണ്. ഈ ഗണപതി വട്ടം ഇതൊക്കെ ഇവർ യഥാർത്ഥത്തിലുള്ള ചർച്ചയിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അസ്ത നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, 46 പേജുള്ള ഞങ്ങളുടെ പ്രകടന പത്രികയിൽ 21, 22 പേജുകൾ ഒന്ന് പരിശോധിക്കണം. എൻ്റെ കയ്യിൽ അതിനകത്ത് അതിൻ്റെ ചിത്രം തന്നെ ഉണ്ട്. ഭരണഘടന കുറ്റമറ്റതാക്കുമെന്ന് പറഞ്ഞ് ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ ചിത്രം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം മാത്രം ഞാൻ വായിക്കാം, സമയക്കുറവുള്ളത് കൊണ്ടാണ്. പാർലമെൻറ്റിനകത്ത്, അതായത് ഇതുവരെ BJP രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള തെറ്റായിട്ടുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ ഇല്ലാതാക്കും. ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാം ഞങ്ങൾ ഇല്ലാതാക്കും എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ ഈ പറയുന്ന പ്രകടന പത്രികകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രിയാമ്പിളായിട്ട് ഭരണഘടനയുടെ ചിത്രവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവിടെ നമ്മുടെ ചർച്ച എന്താ ശരിക്കും വേണ്ടിയത്, നമ്മുടെ ഈ രാജ്യത്ത് 414 രൂപയ്ക്ക് ഞാനും അക്ഷിതയും ഒക്കെ തന്നെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് കുറ്റിയുടെ വില ഇപ്പോൾ എത്രയാണ്? ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം അതാണ്. ഞാനും അക്ഷിതയുമൊക്കെ കാറ് പെട്രോൾ ബാങ്കിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് പെട്രോൾ ബാങ്കിൽ നിന്ന് 72 രൂപയ്ക്കും അതോടൊപ്പം 55 രൂപയ്ക്കും പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന ഞാനും അക്ഷിതയും ഇപ്പോൾ 107 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഈ രാജ്യത്ത് ഇത് കൊണ്ടുവന്നത് ആരാണ്? ഇതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇതായിരിക്കുമ്പോൾ നമ്മൾ ചർച്ച അതിൽ നിന്ന് ഇവർ മാറ്റിവിടാൻ വേണ്ടിയിട്ടാണ് ശ്രീ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ഈ ഗണപതി വട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഈ അവസരത്തിൽ കൊണ്ടുവരുന്നത്. അതിനൊക്കെ ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. പക്ഷേ ആ ചർച്ച നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ, നമുക്ക് ഈ രാജ്യത്തെ ശരിയായി നയിക്കണമെങ്കിൽ വളരെ പ്രധാനമെന്ന് പറയുന്ന അധികാരത്തിലേക്ക് എത്തുക തന്നെയാണ്. നേരത്തെ ഇവിടെ മഹാത്മാഗാന്ധിയുടെ ചില ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും നമ്മൾ അധികാരമില്ലാതെ, പ്രത്യേകിച്ച് BJP പോലൊരു പാർട്ടി ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോൾ അവരെ താഴെ ഇറക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ചെയ്തികളെ ഇല്ലാതാക്കാൻ അധികാരങ്ങൾ ഉണ്ടെങ്കിലേ മതിയാവും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നേരത്തെ നമ്മുടെ ചർച്ച ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഈ ഭാരതം ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര സ്ഥലത്താണ് ഇടതുപക്ഷം ഇതിനു വേണ്ടി മത്സരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് BJPക്ക് നേരിട്ട് ഇടതുപക്ഷം മത്സരിക്കുന്നത് 2 സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് രാജസ്ഥാനിൽ, രണ്ടാമത്തെ ത്രിപുരയിലാണ്. ഈ 2 സ്ഥലങ്ങളാണ് BJPക്ക് നേരിട്ട് ഈ ഇടതുപക്ഷം മത്സരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ രാജ്യത്ത് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ. ഇതുവരെ 245 സീറ്റുകളിൽ BJPയുമായി നേരിട്ട് ഈ രാജ്യത്ത് മത്സരിക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ഏതാ? അമേഠിയിൽ ആരാണ് മത്സരിക്കുന്നത്? അല്ല, അമേഠിയിൽ മത്സരിക്കും, അത് പ്രഖ്യാപിച്ചില്ലല്ലോ. നമ്മളിപ്പോൾ 1ാം ഘട്ട തെരഞ്ഞെടുപ്പും 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ചർച്ച നടക്കുന്നില്ലേ ഉള്ളൂ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ തരത്തിൽ ഏറ്റവും വലിയ BJP പ്രതിരോധിക്കുന്ന ശക്തി അതായിരുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട, ഇന്നത്തെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രബലനായ രാഹുൽ ഗാന്ധി തന്നെയാണ്. ഒരു സംശയം വേണ്ട എന്നുള്ളത് ചോദ്യം. ഒരു സംശയം വേണ്ട. അമേഠിയും താങ്കൾ കാത്തിരുന്നോളൂ. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ മത്സരിക്കും. സംശയം വേണ്ട. അതിനകത്ത് പറയാൻ, അത് പ്രഖ്യാപിക്കാൻ ഞാനല്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു 100% ഇവിടെ കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായി 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം, 7 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സമയമുണ്ട് അവിടെ. അതുകൊണ്ട് അവിടെ മത്സരിക്കും. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അധികാരം നമുക്കുണ്ടാവണം. അധികാരമില്ലാതെ നമുക്ക് ജനാധിപത്യം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിലാണ് ഭരണം നടക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് വരാൻ വേറെ വഴികളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ നമുക്ക് പറയാം, ഇപ്പോൾ ഏറ്റവും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ചെയ്യുന്ന ചെയ്തികൾക്ക് എതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരെ ഇറക്കി വിടണം.